ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. മധുവിധുമായൻ മുൻപേ എന്ന നോവലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 17ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോളേജിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു സുസ്മിത. അപ്പോൾ തന്നെ വിധുബാല അവളുടെ മുറിയിലേക്ക് ചെന്നു. മോളെ, പോലീസ് അവന്മാരെ അറസ്റ്റ് ചെയ്തു. സുസ്മിത ഒന്ന് ഞെട്ടി. ആരാൻറ്റി അവർ? വിജയചന്ദ്രനിൽ നിന്നും അറിഞ്ഞ വിവരങ്ങൾ വിധുബാല അവളോട് പറഞ്ഞു. റോഡിൽ ആ നേരത്ത് അത്ര വെളിച്ചമില്ലായിരുന്നല്ലോ, എങ്കിലും അവന്മാരെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. നിനക്ക് പേടിയുണ്ടോ മോളെ ചെല്ലാൻ? എനിക്കെന്ത് പേടി? ആ തെമ്മാടികളുടെ മുഖമൊന്ന് കാണണമെന്ന് എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്, അവൾ പറഞ്ഞു. വിധുബാലയ്ക്ക് സമാധാനമായി. മോൾക്ക് ധൈര്യക്കുറവൊന്നുമില്ലല്ലോ. വിജയേന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താധീനമായ മുഖം വിധുബാല ശ്രദ്ധിച്ചു. വിജയേട്ടനെന്താ ഒരു വിഷമം പോലെ? അമ്മാരെ കണ്ടുപിടിച്ചതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതല്ല വിധു, അജിത്തിൻ്റെ വീട്ടിൽ പെട്ടെന്ന് എന്ന് അങ്ങനെ പറയണമായിരുന്നോ എന്നാണ് എനിക്കിപ്പോൾ സംശയം. അതെന്താ ഏട്ടന് അങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ കാരണം? ആ രാകേഷ് അവളെ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ മാത്രമാണോ കാണുന്നതെങ്കിലോ? വിവാഹത്തിൻ്റെ കാര്യം നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ അവളിൽ 2 നെഗറ്റീവുകൾ കണ്ടെന്ന് വരാം. ഒന്ന്, അവൾ റേപ്പ് അറ്റംപ്റ്റിന് വിധേയമായത്. രണ്ടാമത്, അവൾ വേറെ ആളുമായിട്ട് വിവാഹമോതിരം മാറ്റം നടത്തിയ കുട്ടിയാണ്. വിധുബാലൊന്ന് പകച്ചു. ശരിയാണ്, ചിലരുടെ നോട്ടത്തിൽ 2ഉം ന്യൂനതകളായിരിക്കും. പക്ഷേ മറ്റുള്ളവരെ പോലെയല്ല വിജയേട്ട രാകേഷ്. അവൻ അന്തസ്സുള്ള പയ്യനാണ്. അവൻ അങ്ങനെയൊന്നും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വിധുബാല പറഞ്ഞു. നമ്മളങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോരല്ലോ വിധു. അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയണം. അതറിഞ്ഞിട്ട് വേണം അവൻ്റെ വീട്ടുകാരുമായിട്ട് ആലോചിക്കാൻ. ഒരച്ഛനെന്ന നിലയിൽ എൻ്റെ ആശങ്ക നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും വിജയേട്ടാ. അജിത്തിൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ മോളങ്ങനെ പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അത് മാറാതെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല. ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി വിജയേന്ദ്രൻ എഴുന്നേറ്റ് പോയി. വിധുബാല ഖേദത്തോടെ നിന്നു. ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ലെന്ന് അവൾ തീരുമാനിച്ചു. എത്രയും വേഗം രണ്ടിലൊന്നറിയണം. വേഷം ധരിച്ചു കഴിഞ്ഞ് സുസ്മിത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വന്നു. എന്താ എൻ്റെ രാവിലെ ഒരു ഗൗരവഭാവം? വിധുബാലയുടെ മുഖം കണ്ട് അവൾ ചോദിച്ചു. വിജയേട്ടന് നല്ല വിഷമമുണ്ട് അജിത്തിൻ്റെ വീട്ടിൽ ചെന്ന് അങ്ങനെ പറയേണ്ടി വന്നതിൽ. സുസ്മിത ഒന്നും മിണ്ടിയില്ല. കല്യാണപ്രായമായ പെണ്ണല്ലേ മോളെ നീ. കൊള്ളാവുന്ന ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മാത്രമേ ഏത് രക്ഷിതാക്കൾക്കും സമാധാനം കിട്ടൂ. രാകേഷ് കൊള്ളാവുന്ന ആളല്ലേ ആൻറ്റി? അല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നീ മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ ഒരു ഉറപ്പ് കിട്ടിയാൽ മതിയായിരുന്നു. നിശബ്ദയായി ഇരുന്നാണ് സുസ്മിത ഭക്ഷണം കഴിച്ചത്. അവളേതോ ചിന്തയിലാണെന്ന് തോന്നിയതുകൊണ്ട് വിധുബാല പിന്നെ ഒന്നും പറഞ്ഞില്ല. കോളേജിലെത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പീരീഡ് അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ 2-3 അധ്യാപകർ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മൊബൈൽ എടുത്തുകൊണ്ട് അവൾ വരാന്തയിലേക്ക് ഇറങ്ങി. രാകേഷിൻ്റെ നമ്പർ എടുത്ത് വിളിച്ചിട്ട് കൈവരയിൽ പിടിച്ചുകൊണ്ട് അവൾ 2ാം നിലയിൽ നിന്നും താഴേക്ക് നോക്കി. ക്ലാസ്സില്ലാത്ത 4-5 കുട്ടികൾ എന്തോ സംസാരിച്ചുകൊണ്ട് ലൈബ്രറിയിലേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു. സുസ്മിത, ഉടൻ രാകേഷ് കോൾ എടുത്തു. എനിക്ക് അത്യാവശ്യമായിട്ട് രാകേഷിനൊന്ന് കാണണമായിരുന്നു, അവൾ പറഞ്ഞു. സുസ്മിത ഇപ്പോൾ എവിടെയാണ്? കോളേജിലാണ്. 2 മണിക്ക് മുൻപ് വീട്ടിലെത്തും. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ, അയാൾ ചോദിച്ചു. രാകേഷിന് വേറെ അസൗകര്യമൊന്നുമില്ലെങ്കിൽ? ഇല്ല, ഞാൻ വരാം. അന്ന് 2 മണിയായി സുസ്മിത വീട്ടിലെത്തിയപ്പോൾ. രാകേഷ് വരും, ഇന്നൊരു തീരുമാനത്തിലെത്തും. സന്തോഷിപ്പിക്കുന്നതോ ചിലപ്പോൾ സങ്കടപ്പെടുത്തുന്നതോ, അവൾ വിധുബാലയോട് പറഞ്ഞു. വിധുബാല മറുപടിയൊന്നും പറഞ്ഞില്ല. 3:30 രാകേഷ് വന്നപ്പോൾ. നമുക്ക് വെളിയിലിരുന്ന് സംസാരിക്കാം, അവൾ പറഞ്ഞു. സ്വിറ്റ് ഔട്ടിലുണ്ടായിരുന്ന കസേരകളിൽ അവരടുത്തടുത്തിരുന്നു. എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് എനിക്ക് നിശ്ചയമല്ല രാകേഷ്. പക്ഷേ രാകേഷ് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, അവൾ പറഞ്ഞു. എന്താണ്? എൻ്റെ എൻഗേജ്മെൻറ്റ് ഏതാണ്ട് ഒരു മാസം മുൻപ് എൻ്റെ ഒരു മോതിരം മാറൽ നടന്നു. രാകേഷിൻ്റെ പ്രതികരണം അറിയാനായി സുസ്മിത അയാളെ ഉറ്റുനോക്കി. ഒറ്റ നിമിഷത്തിനുള്ളിൽ അയാളുടെ മുഖത്തെ പ്രകാശം മുഴുവൻ ചോർന്നുപോയി. അധ്യായം 33. രാകേഷിൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് സുസ്മിത ഒന്ന് ഞെട്ടി. രാകേഷ്, അവൾ പരിഭ്രമത്തോടെ വിളിച്ചു. എന്താണ് ഈ കാര്യം നേരത്തെ പറയാതിരുന്നത്?
ജീവസൊറ്റ സ്വരത്തിൽ അയാൾ ചോദിച്ചു. പറയണമെന്ന് പലവട്ടം വിചാരിച്ചതാണ്, പക്ഷെ അതിനുള്ള സാഹചര്യം ഒത്തുവന്നില്ല. രാകേഷ് എന്നെ തെറ്റിദ്ധരിക്കരുത്, അവൾ പറഞ്ഞു. അപ്പം എന്നോട് കാണിച്ച സ്നേഹമൊക്കെ അതെല്ലാം വെറും ഉപകാരസ്മരണയായിരുന്നോ? മുറിപ്പെട്ട മനസ്സോടെ അയാൾ ചോദിച്ചു. ഒരിക്കലുമില്ല, അങ്ങനെ വിചാരിക്കലേ. ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ബാക്കിയോട് ദയവായി കേൾക്കണം. ഇനി എന്ത് കേട്ടിട്ടെന്താ ഫലം? പോകാനായി രാകേഷ് എഴുന്നേറ്റു. ഇരിക്കൂ പ്ലീസ്, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. അവൾ സ്വാതന്ത്ര്യത്തോടെ അയാളുടെ കൈ പിടിച്ച് വീണ്ടും ഇരുത്തി. ഫൂളാക്കപ്പെട്ടു എന്ന ഫീലിംഗാണ് എനിക്കിപ്പോൾ, അയാൾ പറഞ്ഞു. അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടോ എന്നെ വേണമെന്ന്? അവൾ പ്രതീക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്നെ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ സുസ്മിത നിനക്ക്? ധൈര്യപൂർവ്വം അവൾ പുഞ്ചിരിച്ചു. എങ്കിൽ ഈ സുസ്മിത രാകേഷിൻ്റെ മാത്രമാണ്, രാകേഷിൻ്റെ മാത്രം. പക്ഷേ അയാളെ സംശയത്തോടെ അവളെ നോക്കി. അവളെ കൈവിടർത്തി കാണിച്ചു. നോക്കൂ, എൻഗേജ്മെൻ്റ് റിങ് എൻ്റെ വിരലിലില്ല. ഞാനതെന്നേ ഊരി മാറ്റി. വെള്ളക്കല്ല് പതിച്ച ഒരു നേർത്ത മോതിരം മാത്രം അവളുടെ വിരലുകളിൽ ഒന്നിലുണ്ടായിരുന്നു. മനസ്സിലായില്ല. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. എല്ലാം ഞാൻ പറയാം, അപ്പോൾ രാകേഷിന് മനസ്സിലാവും. ഡോക്ടർ ജയശങ്കറിനെ കൺസൾട്ട് ചെയ്യാൻ പോയപ്പോൾ വിധുബാലയും കൊണ്ട് സിൽവർ ലൈൻ ഹോസ്പിറ്റലിലേക്ക് പോയതും അവളെ കണ്ട് അനുജൻ അഡ്വക്കേറ്റ് അജിത്തിന് വേണ്ടി കല്യാണം ആലോചിച്ചതും ബാക്കിയുള്ള സംഭവങ്ങളും സുസ്മിത വിശദമായി തന്നെ പറഞ്ഞു. വക്കീലിനെ ഭാവി വരണമെന്ന നിലയിൽ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് തുടക്കം മുതലേ സാധിച്ചില്ല. ഞങ്ങൾക്കിടയിൽ വലിയ അകലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്ത് കാരണം പറഞ്ഞ് ഒഴിവാക്കുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അന്ന് രാത്രിയിൽ ആ സംഭവം നടന്നത്. ബാക്കിയെല്ലാം രാകേഷിന് അറിയാലോ. പക്ഷേ അഡ്വക്കേറ്റ് അജിത്ത് തിരിച്ചു വരുമ്പോൾ അയാളിത് അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴും രാകേഷിൻ്റെ ആശങ്ക വിട്ടുപോകാൻ തയ്യാറായില്ല. അച്ഛൻ ഡോക്ടർ ജയശങ്കറിനോട് സംസാരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ പിന്മാറുകയാണെന്ന്. കാരണമൊന്നും കൃത്യമായിട്ട് പറഞ്ഞില്ല, എങ്കിലും എൻ്റെ താല്പര്യക്കുറവാണെന്നാണ് സൂചിപ്പിച്ചത്, അവൾ പറഞ്ഞു. വക്കീൽ തിരിച്ചെത്തുമ്പോൾ അയാളുടെ ഭാഗത്തു നിന്നും ശരിക്കും പ്രഷർ ഉണ്ടായിക്കൂടുന്നില്ല. അതൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ? രാകേഷ് ചോദിച്ചു. സുസ്മിത പെട്ടെന്ന് അയാളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. രാകേഷിന് എന്നെ വിശ്വസിക്കാം. ഒരു കാരണവശാലും അഡ്വക്കേറ്റ് അജിത്തിനെ ഭർത്താവായിട്ട് ഞാൻ സ്വീകരിക്കില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷേ രാകേഷ് എന്നെ വിട്ടുപോയാലും, അവൾ പറഞ്ഞു. എനിക്ക് ആ ഉറപ്പ് മതി. പഠിക്കുന്ന കാലത്ത് കോളേജിൽ വെച്ച് നല്ല സൗഹൃദങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. എനിക്ക് മാത്രമല്ല, വീട്ടിലെ അമ്മയും ചേച്ചിയും എന്നോട് പറയുകയും ചെയ്തു. അറിയാതെ സുസ്മിതയുടെ കണ്ണുകൾ നനഞ്ഞു. അപ്പോഴാണ് സിറ്റ് ഔട്ടിലേക്ക് വിധുബാല വന്നത്. അവളെ കണ്ട് രാകേഷ് എഴുന്നേറ്റു. രാകേഷ് ഇരിക്കൂ, ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ? അവൾ ചോദിച്ചു. ചായ മാത്രമേ ഉള്ളൂ? അയാളെ തിരക്കി. ഇല്ല, ഇലയപ്പം ഉണ്ട്. എങ്കിൽ അങ്ങോട്ട് വരാം. രാകേഷിൻ്റെ പ്രസന്നമായ മുഖം കണ്ടപ്പോൾ വിധുബാലയ്ക്ക് ആശ്വാസം തോന്നി. കാര്യങ്ങൾ ഒരു കരക്കെത്തിയിരിക്കുന്നു. ആർക്കാണ് നന്ദി പറയേണ്ടത്? രാകേഷിനോ അതോ ദൈവത്തിനോ? എന്നാൽ വേഗം വന്നോളൂ, ഞാൻ എടുത്തു വെക്കാം. വിധുബാല അകത്തേക്ക് പോയി. അയാൾ സുസ്മിതയുടെ കൂടെ പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കി. ഇപ്പോൾ എന്തു തോന്നുന്നു? നെഞ്ചിൽ നിന്നും വലിയൊരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ ആൾ പറഞ്ഞു. നിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു ഷോക്കായിരുന്നു. അതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതേ ഉള്ളൂ. ആ വക്കീലെ തിരിച്ചെത്തുമ്പോൾ ഇത് പ്രശ്നമാകാതിരിക്കില്ല. വക്കീലിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സൊന്നിട്ടേണ്ട ഒരു കാര്യമില്ല. അയാൾ വരട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല, സുസ്മിത പറഞ്ഞു. എന്നാ വാ, ആൻറ്റിയുടെ ചായ തണുക്കാൻ അവസരം ഉണ്ടാക്കണ്ട. ചിരിച്ചുകൊണ്ട് അവരെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നു. ചൂട് ചായയും ഇലയപ്പവും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആൻറ്റി, ഞങ്ങളൊരു തീരുമാനം എടുത്തു. കസേര നീക്കിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് രാകേഷ് പറഞ്ഞു. എന്താണ്? ഒന്നും അറിയാത്തതുപോലെ വിധുബാല അയാളുടെ മുഖത്തേക്ക് നോക്കി. എല്ലാവരുടെയും അനുവാദത്തോടെ ആശീർവാദത്തോടെ ഒന്നിച്ച് ജീവിക്കാൻ അഡ്വക്കേറ്റ് അജിത്തിനെ വേണ്ടെന്ന് സുസ്മിതയും എനിക്ക് സുസ്മിതയെ മാത്രം മതിയെന്ന് ഞാനും, അയാളെ പറഞ്ഞു. മോളുടെ ഇഷ്ടമാണ് മോനെ, ഞങ്ങളുടെ ഇഷ്ടവും. അതുകൊണ്ടാണ് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് വിജയേട്ടൻ ചെന്ന് അജിത്തിൻ്റെ സഹോദരനെ അറിയിച്ചത്. ജീവിതത്തിൽ ആദ്യമായാണ് വിജയേട്ടൻ പറഞ്ഞ വാക്ക് മാറ്റി പറയേണ്ടി വന്നത്. മനസ്സിലായ ആൻറ്റി? അക്കാര്യത്തിൽ സുസ്മിതയുടെ അച്ഛന് ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല. എന്തായാലും ഇക്കാര്യം ഞാൻ വീട്ടിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. കാരണന്മാർ തമ്മിൽ ഇനിയൊന്ന് സംസാരിക്കട്ടെ, അതാണ് ശരിയായ രീതി. വിധുബാല തലകുലുക്കി സമ്മതിച്ചു.
അല്പനേരം കൂടി ഇരുന്നിട്ട് സംസാരിച്ചതിന് ശേഷമാണ് രാകേഷ് പോയത്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വിധുബാല പറഞ്ഞു. എന്താണ്? കൗതുകത്തോടെ സുസ്മിത അവളെ നോക്കി. നിന്റെ തീരുമാനമാണ് ശരി. നിനക്ക് എന്തുകൊണ്ടും അജിത്തിനേക്കാൾ ഏറെ യോജിച്ചത് രാകേഷാണ്. സുസ്മിത പുഞ്ചിരിച്ചു. അന്ന് വിജയചന്ദ്രൻ ഓഫീസിൽ നിന്നും വന്ന് ചായ കുടിക്കാനിരുന്നപ്പോൾ രാകേഷിൻ്റെ കാര്യം വിധുബാല അദ്ദേഹത്തിനോട് സംസാരിച്ചു. ഇന്ന് രാകേഷ് വന്നിരുന്നു. മോള് വിളിച്ചിട്ടാണ് അവൻ വന്നത്. അദ്ദേഹം ചോദ്യഭാവത്തിൽ അവളെ നോക്കി. മോളെ അവന് വലിയ ഇഷ്ടമാണ്. സ്വന്തമായി വരുമാനമോ ജോലിയോ ഇല്ലല്ലോ എന്ന ഖേദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്. അല്ലെങ്കിൽ വിജയേട്ടനോട് വന്ന് സംസാരിച്ചന്. എങ്കിലും വീട്ടിലവൻ്റെ ആഗ്രഹം അറിയിക്കും. അതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ വിധു. ജോലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു. അതെ, എന്നാലും അതുവരെ വെയിറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അജിത്ത് വന്ന പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരാശങ്കയും രാകേഷിനുണ്ടെന്ന് തോന്നുന്നു, വിധുബാല പറഞ്ഞു. അതേക്കുറിച്ചൊന്നും എനിക്കൊരു ഭയമില്ല. മുഷിഞ്ഞു സംസാരിക്കേണ്ടി വരുമായിരിക്കും. അത് സാരമില്ല. ഇഷ്ടമല്ലാത്ത ഒരു ബന്ധത്തിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അവൾക്ക് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. വിജയേന്ദ്രൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഇഷ്ടവും അനിഷ്ടവും തുറന്നു തന്നെ പറയണം, വിധുബാലയ്ക്ക് തോന്നി. ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് അപകടം. അവൾ കിച്ചണിലേക്ക് പോയി. ഒരു പഴയ പേപ്പർ ബാക്ക് പൾപ്പ് ഫിക്ഷൻ രസം പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ് രാകേഷ്. ഹൈ ഡെഫിനിഷൻ ക്യാമറ കൊണ്ട് ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ പോലെ വ്യക്തമായ ദൃശ്യങ്ങളായിരുന്നു നോവലിസ്റ്റ് എഴുതിയ ഓരോ വരിയും. രാകേഷ് പെട്ടെന്ന് താഴെ നിന്നും രേഷ്മയുടെ വിളി വന്നു. നോവൽ അടച്ചു വെച്ച് അയാൾ ജനാലയുടെ അടുത്തേക്ക് ചെന്ന് താഴേക്ക് നോക്കി. എന്താ ചേച്ചി, വേഗം ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ, അവൾ പറഞ്ഞു. രാകേഷ് കോണിപ്പടികൾ ഇറങ്ങി താഴോട്ട് ചെന്നു. കോണിപ്പടിയുടെ ചുവട്ടിൽ വിടർന്ന മുഖത്തോടെ രേഷ്മ നിൽക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റ്മാൻ വന്നിട്ടുണ്ട്. നിനക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് PSC നിയമന ഉത്തരവായിരിക്കുമെന്നാണ് ചേച്ചി ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. അവനൊരു 100 രൂപ നോട്ട് അയാളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ട് കൊടുത്തു. അപ്പോയിൻമെൻ്റ് ഓർഡർ ആണെങ്കിൽ ഇത് പോസ്റ്റ്മാന് കൊടുക്കണം. ഒരു സന്തോഷ വാർത്തയല്ലേ കൊണ്ടുവരുന്നത്? അയാളൊന്ന് പുഞ്ചിരിച്ചു. രാകേഷ് പുറത്തേക്ക് ചെന്നപ്പോൾ പോസ്റ്റ്മാന് വരാന്തയിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. അയാൾ കവറെടുത്ത് രാകേഷിന് കൊടുത്തു. പുറത്ത് സർക്കാർ മുദ്രയുള്ള കവറായിരുന്നത്. രാകേഷ് അത് തുറന്നു നോക്കി. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നത്. ജോലിക്കുള്ള ഓർഡർ ഏട്ടാ, അയാൾ പറഞ്ഞു. എനിക്ക് തോന്നി. ഒപ്പിടാനുള്ള കടലാസ് പോസ്റ്റ്മാൻ നീട്ടി. രാകേഷ് അത് വാങ്ങി ഒപ്പിട്ട് 100 നോട്ട് സഹിതം തിരിച്ചു കൊടുത്തു. വാതിലിനടുത്ത് രേഷ്മ നിൽപ്പുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു തന്നെയാണ്. അയാളുടെ നിയമന ഉത്തരവ് അവൾക്ക് കൊടുത്തു. എറണാകുളത്ത് തന്നെയാണല്ലോ പോസ്റ്റിങ്. അത് വാങ്ങി വായിച്ചിട്ട് അവൾ അത്ഭുതത്തോടെ പറഞ്ഞു. അതെ, ഒരു വിഷമമുള്ളത് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ സുസ്മിതയെ പിരിച്ചുവിടും, രാകേഷ് പറഞ്ഞു. രേഷ്മ ഒരു നിമിഷം നിശബ്ദയായി. അത് ശരിയാണ്, പക്ഷെ പകരമുള്ള ആൾ വരുമ്പോൾ എപ്പോഴായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, അവൾ പറഞ്ഞു. സുസ്മിതയുടെ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ കാലാവധി അനുസരിച്ച് ഞാൻ പുറത്താകുമായിരുന്നു. ഒക്കെ ഒരു നിമിത്തം രാകേഷേ. അവൾ കാരണം നിനക്കൊരു ജീവിതം കിട്ടി. പകരം നീ അവൾക്കൊരു ജീവിതം കൊടുക്കുന്നു. നിങ്ങൾ സാഹിത്യത്തിൽ അതിനെന്തോ വാക്കുറയല്ലോ, കാവ്യനീതി അല്ലേ? ആണോ? എനിക്ക് സാഹിത്യം അത്ര പിടിയില്ല, അയാൾ പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. രേഷ്മ പോയി. രാകേഷ് മുകളിലെ മുറിയിൽ ചെന്ന് അപ്പോൾ തന്നെ സുസ്മിതയെ വിളിച്ചു. പക്ഷെ ബെല്ലടിച്ച് നിന്നല്ലാതെ കോള് കിട്ടിയില്ല. ഈ സന്തോഷ വാർത്ത അവളെയല്ലേ ആദ്യം അറിയിക്കേണ്ടത്. അയാൾ വീണ്ടും വിളിച്ചു. അപ്പോഴും ബെല്ലടിച്ച് നിന്നതേയുള്ളൂ. നോവൽ ബാക്കി വായിക്കാനുള്ള മാനസികാവസ്ഥ രാകേഷിന് നഷ്ടപ്പെട്ടു. മനസ്സിൽ ആ ആഹ്ലാദം നിറഞ്ഞു പൊന്തുകയായിരുന്നു. ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും നിരന്നിരിക്കുന്ന ലെക്ചർ ഹാളുകളെക്കുറിച്ച് അയാൾ ദിവാസ്വപ്നങ്ങൾ കാണാറുണ്ട്. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളും കീറ്റേഴ്സിൻ്റെയും മേലിയറ്റിൻ്റെയും കവിതകളും സ്റ്റേൺബെക്കിൻ്റെ നോവലുകളും കുട്ടികളുടെ മുമ്പിൽ മനോഹരമായി അവതരിപ്പിക്കുന്നത് അയാൾ സങ്കല്പിക്കുമായിരുന്നു. പെട്ടെന്ന് മൊബൈൽ ബെല്ലടിച്ചു. എടുത്തു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ്. ഹലോ, രാകേഷ് കോളെടുത്തു. ഞാൻ SI ബിനുലാലാണ്. ഇത് രാകേഷ് അല്ലേ? അതെ സാർ. ആ റേപ്പ് അറ്റംപ്റ്റിലെ കേസിലെ 2 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. എങ്കിലും എവിഡൻസ് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. രാകേഷിന് അവരെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് സാർ എൻ്റെ വിശ്വാസം. മങ്ങി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എങ്കിലും 2 പേരെയും ഞാൻ ശരിക്കും കണ്ടിരുന്നു. വെരി ഗുഡ്. അടുത്ത ശനിയാഴ്ച രാവിലെ 11 മണിക്ക് SP ഓഫീസിനോട് ചേർന്നുള്ള പോലീസ് ക്ലബ്ബിൽ വരണം.
ഒപ്പം കൂട്ടുകാരനെയും കൂട്ടണം. സുഹാസ് എന്നല്ല അയാളുടെ പേര്. അതെ സാർ. ഞാൻ അയാളോട് സംസാരിക്കണോ അതോ രാകേഷ് പറയുമോ? ഞാൻ പറയാം സാർ. നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും പ്രധാന സാക്ഷികൾ. ഓക്കെ സാർ. ഓക്കെ. കോള് കട്ടായി. 2 പ്രതികളെയും പോലീസ് പിടികൂടിയിരിക്കുന്നു. സുസ്മിത അറിഞ്ഞു കാണുമോ ഇക്കാര്യം? അവളെ വീണ്ടും വിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അടുത്ത കോള് വന്നത്. സുസ്മിതയായിരുന്നു അത്. സോറി രാകേഷേ, ഞാൻ ക്ലാസ്സിലായിരുന്നു. സ്റ്റാഫ് റൂമിൽ വന്നപ്പോഴാണ് മിസ്ഡ് കോൾ കണ്ടത്, അവൾ പറഞ്ഞു. ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത്. പോസ്റ്റിംഗ് ഓർഡർ കിട്ടി, അയാൾ പറഞ്ഞു. കാത്തിരുന്ന് അവസാനം അത് വന്നു. എവിടെയാണ് പോസ്റ്റിംഗ്? അവൾ ആഹ്ലാദത്തോട് ചോദിച്ചു. മഹാരാജാസിൽ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞില്ല ഇവിടെ തന്നെ കിട്ടുമെന്ന്. എൻ്റെ പ്രാർത്ഥനയുണ്ടായിരുന്നു. പൂർണ്ണത്രേഷ്യൻ എന്നെ കൈവിടാറില്ല, അവൾ പറഞ്ഞു. പക്ഷേ എനിക്കൊരു വിഷമമുണ്ട് സുസ്മിത, മനസ്സിലായി. രാകേഷ് കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ എനിക്കിവിടുന്ന് പോകേണ്ടി വരും, അതല്ലേ? അതെ, എനിക്ക് വിഷമമില്ല, സന്തോഷമല്ലോ. അതിരിക്കട്ടെ, എന്നാ ജോയിൻ ചെയ്യുന്നത്? അവൾ ചോദിച്ചു. തീരുമാനിച്ചിട്ടില്ല. അതിനു മുമ്പ് ഡോക്ടറെ കണ്ട് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അപ്പോഴാണ് രാകേഷിന് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അറിഞ്ഞോ, സുസ്മിതയെ ഉപദ്രവിച്ച 2 ആളെയും പോലീസ് പിടികൂടി. അറിഞ്ഞു. ആ SI അച്ഛനെ വിളിച്ചിരുന്നു, അവൾ പറഞ്ഞു. കുറച്ചു മുമ്പ് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച അവർ 2 പേരെയും തിരിച്ചറിയാൻ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തുന്നുണ്ടെന്ന് പോലീസ് ക്ലബ്ബിലേക്ക് ചെല്ലണമെന്നും പറഞ്ഞു. എന്നെയും വിളിച്ചിട്ടുണ്ട് രാകേഷ്. അന്ന് ഞാനും വരുന്നുണ്ട്. കാറിൽ നിന്നുള്ള ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ 2 എണ്ണത്തിനും ഞാൻ വ്യക്തമായി കണ്ടിരുന്നു. നടുക്കുന്ന ഓർമ്മയായിരുന്നു അപ്പോഴും അവൾക്കത്. കേസ് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ, നമുക്കത് കാര്യമാക്കണ്ട. പോലീസ് സ്റ്റേഷനിലായാലും കോടതിയിലായാലും നമ്മൾ ചെല്ലാൻ പറയുമ്പോൾ ചെല്ലണം, അതിനൊരു മുടക്കവും പാടില്ല, രാകേഷ് പറഞ്ഞു. അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കോടതി അച്ഛൻ കണ്ടിട്ടില്ല. ഒരു പോലീസുകാരനോട് പോലും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്നെയും കൊണ്ട് അവിടെയൊക്കെ കയറിയിറങ്ങേണ്ടി വരും, സുസ്മിതയുടെ സ്വരമായിട്ട്. അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല, സുസ്മിതയെ ഞാൻ കൊണ്ടുപോകാം എല്ലായിടത്തും, അയാൾ പറഞ്ഞു. രാകേഷ്, അവളൊന്ന് തേങ്ങി. നാളെ ഞാൻ കോളേജിലേക്ക് വരാം. പ്രൊഫസർ ആൻ്റണി മാത്യുവിനെ ഒന്ന് കാണാം. ശരി, നാളെ കാണാം രാകേഷ്. അയാൾ ഫോൺ വെച്ചു. ജീവിതം പതിയെ ഒരു വഴിയിലേക്ക് ഒഴുകി തുടങ്ങുകയാണ്. പുതിയൊരു വഴിയിലേക്ക്. കണ്ടിട്ടില്ലാത്ത കാഴ്ചകളും കിട്ടിയിട്ടില്ലാത്ത അനുഭവങ്ങളുമായിരിക്കുമോ കാത്തിരിക്കുന്നത്. ബിടെക് ഫൈനൽ ഇയർ ഇലക്ട്രോണിക്സുകാർക്കായിരുന്നു രാവിലത്തെ ആദ്യത്തെ ക്ലാസ്. അത് കഴിഞ്ഞ് മൗഷ്മി സ്റ്റാഫ് റൂമിൽ വന്നിരുന്നപ്പോഴാണ് മൊബൈൽ ബെല്ലടിച്ചത്. അജിത്താണ് വിളിക്കുന്നത്. അവളൊന്ന് ഞെട്ടി. നാളെ കഴിഞ്ഞ് അവൻ വരും. ഹലോ, അവൾ കോളെടുത്തു. ഏടത്തി എവിടെയാണ്? അയാൾ തിരക്കി. കോളേജിലാണ്. ക്ലാസ്സിലല്ലല്ലോ? അല്ല, ജേട്ടനെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. കൺസൾട്ടേഷനിലായിരിക്കും, അതാണ് ഏടത്തിയെ വിളിച്ചത്. മറ്റന്നാളല്ലേ നീ വരുന്നത്? അവൾ വെറുതെ ചോദിച്ചു. അതെ, നാളെ ഉച്ചകഴിഞ്ഞ് ഡൽഹിയിലെത്തും. മറ്റന്നാൾ രാവിലെ 11:30 നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യും. ഫ്രൈഡേ അല്ലേ, എന്നെ പിക്ക് ചെയ്യാൻ വരണമെന്നില്ല, ടാക്സിയിൽ ഞാൻ വന്നോളാം, അയത്ത് പറഞ്ഞു. ജേട്ടൻ വരണമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല, കല്യാണ സമയത്ത് കുറേ ലീവ് എടുക്കേണ്ടി വരില്ലേ ജേട്ടന്? ഇപ്പോഴേ എല്ലാം എടുത്ത് തീർക്കണ്ട. എന്ത് പറയണമെന്ന് അറിയാതെ മൗഷ്മിയായിരുന്നു. ശനിയാഴ്ച മുഴുവൻ ഉറക്കം മാത്രം. ഏതൊക്കെ നാട്ടിൽ ചെന്നുറങ്ങിയാലും വീട്ടിൽ ചെന്ന് ബെഡിൽ കിടന്നുറങ്ങുന്ന സുഖം ഒരിക്കലും കിട്ടില്ല. ശരിയാണ്, അവൾ യാന്ത്രികമായി പറഞ്ഞു. പിറ്റേന്ന് സൺഡേ എൻ്റെ കൂടെ സുസ്മിതയുടെ വീട്ടിൽ പോകാൻ വരണം. അവൾക്ക് കൊടുക്കാനായി ഞാൻ ചില ഗിഫ്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്, അയത്തി പറഞ്ഞു. മൗഷ്മി വീണ്ടും ഞെട്ടി. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് അവൻ വരുന്നത്. നിമ്മിമോളെ വീട്ടിൽ കാണുമ്പോൾ തന്നെ പ്രശ്നമാകും. സുസ്മിത കല്യാണത്തിൽ നിന്നും പിന്മാറിയെന്ന് കൂടി അറിയുമ്പോൾ എന്ത് ഗിഫ്റ്റുകൾ? നിർജീവ സ്വരത്തിൽ അവൾ ചോദിച്ചു. ബെൽജിയത്തിൽ പോയപ്പോൾ അവിടെ ഒരു എക്സ്ക്ലൂസീവ് ഡയമണ്ട് ഷോപ്പ് കണ്ടു. സുസ്മിതയ്ക്ക് വേണ്ടി ഞാനൊരു ഡയമണ്ട് റിങ് വാങ്ങി. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഭാഗ്യമല്ലേ. ആവശ്യത്തിന് ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു ഫ്രണ്ട് ലോൺ തന്നു. മൗഷ്മിക്ക് ശബ്ദിക്കാനായില്ല. ശരിയെടുത്തി, ഞാൻ വിളിച്ച കാര്യം ജയേട്ടനോടൊന്ന് പറഞ്ഞാൽ മതി. എയർപോർട്ടിൽ ജയേട്ടനോ എടുത്തോ വരുമെങ്കിൽ അറിയിക്കണേ. അജിത്ത് കോള് കട്ട് ചെയ്തു. മൗഷ്മിയുടെ സമാധാനം മുഴുവൻ നശിച്ചിരുന്നു. അന്ന് കോളേജിൽ നിന്നും വീട്ടിലേക്ക് പോയപ്പോൾ പതിവ് പോലെ ഡേ കെയർ സെൻറ്ററിൽ നിന്നും അവളെ നിമ്മിമോളെയും കൂട്ടി. വൈകുന്നേരം OP കഴിഞ്ഞ് ജയശങ്കർ വന്നപ്പോൾ രാത്രി 8:30. അജിത്ത് വിളിച്ച കാര്യം അവൾ അയാളോട് പറഞ്ഞു. ഒരു നിമിഷം ജയശങ്കർ ചിന്തിച്ചിരുന്നു. നിമ്മിമോളുടെ കാര്യത്തിൽ എനിക്ക് ആശങ്കയില്ല, അവൾ എൻ്റെ മോളാണെന്ന് പറഞ്ഞു നിൽക്കാം. പക്ഷേ സുസ്മിതയുമായിട്ടുള്ള കല്യാണം നടക്കില്ല എന്നറിയുമ്പോൾ അവനത് എങ്ങനെ എടുക്കുന്ന കാര്യം ഓർക്കുമ്പോൾ പേടിയുണ്ട്. പിന്നെ അയാൾ പറഞ്ഞു,
അവരുടെ വീട്ടിൽ ചെന്ന് ബഹളമുണ്ടാക്കിയാലോ എന്നാണ് എനിക്ക്. അവൻ അത്രയ്ക്ക് ബോധമില്ലാത്തവനൊന്നല്ല. പക്ഷേ അവനതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുത്താൽ. വെള്ളിയാഴ്ച രാവിലെ 9 മണിയായപ്പോൾ ജയശങ്കർ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. മൗഷ്മി അന്ന് ലീവ് എടുത്തു. നിമ്മിമോളെയും കൊണ്ട് വീട്ടിലിരുന്നു. അജിത്ത് മൊത്ത് ജേട്ടൻ വീട്ടിൽ വരുമ്പോൾ പാവത്തിനെ ഒറ്റയ്ക്ക് അനുജൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. കൃത്യസമയത്ത് തന്നെ ഡൽഹിയിലുള്ള ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി. അറൈവൽ ലോഞ്ചിൽ ജയശങ്കർ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഇറങ്ങി വന്ന അജിത്ത് അയാളെ ആലിംഗനം ചെയ്തു. ജേട്ടാ, നീ അല്പം കൂടി തടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ജയശങ്കർ പറഞ്ഞു. ശരിയാണ്, 3 കിലോ, അത് കുറയ്ക്കാം. ബാഗേജ് കിട്ടിയപ്പോൾ അവർ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. അജിത്ത് ആഹ്ലാദവാനായിരുന്നു. ജയശങ്കർ മൂകനും മ്ലാനവതനുമായിരുന്നു. അധ്യായം 34. വളരെ ശ്രദ്ധിച്ചാണ് ജയശങ്കർ കാർ ഡ്രൈവ് ചെയ്തത്. സ്പീഡ് 70 കിലോമീറ്ററിന് മുകളിലേക്ക് പോയതേയില്ല. അജിത്ത് പുറത്തേക്ക് നോക്കി കൗതുകത്തോടെ ഇരുന്നു. ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് നമ്മളാകുന്നത്. അതുവരെ നമ്മൾ വേറൊരു വ്യക്തിയാണ്, അയാൾ പറഞ്ഞു. നിനക്കറിയാലോ, പല വിദേശ രാജ്യത്തും ജോലി ചെയ്യാൻ എനിക്കൊരു ഓഫർ വന്നതാണ്. ഞാൻ പോകാത്തതിൻ്റെ കാരണം അതാണ്. അവരിലൊരാളായി നമ്മൾ ഒരിക്കലും കാണുകയില്ല. നമ്മളവിടെ അന്യര് തന്നെയാണ്. സംസാരം മുറിഞ്ഞു പോകാതിരിക്കാനായി ജയശങ്കർ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ അനുഭവങ്ങൾ അജിത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു. എല്ലാം മൂളിക്കെട്ടെങ്കിലും ജയശങ്കറിന് മനസ്സിലേക്കൊന്നും കടന്നു ചെന്നില്ല. വീട്ടിലെത്തും മുൻപേ നിമ്മിമോളുടെ കാര്യം അജിത്തിനോട് പറയണം, എങ്ങനെ തുടങ്ങണം എന്നതായിരുന്നു അയാൾ അലട്ടിയിരുന്നത്. അജിത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന കാര്യത്തിലും അയാൾക്ക് ഭയമുണ്ടായിരുന്നു. അതിലും ഭീകരമായ ഒരു കാര്യം ബാക്കി നിൽക്കുന്നത് സുസ്മിതയുമായുള്ള വിവാഹം നടക്കില്ല എന്ന വസ്തുതയാണ്. ഏടത്തി വീട്ടിലുണ്ടോ അതോ കോളേജിലാണോ? അജിത്ത് ചോദിച്ചു. വീട്ടിലുണ്ട്, ഇന്ന് കോളേജിൽ പോയില്ല. എങ്കിൽ പിന്നെ ഏടത്തെ കൂടി കൂട്ടണമായിരുന്നില്ലേ? ഇനി പറയാതിരിക്കാൻ പറ്റില്ല, ഇതാണ് അവസരം. നിന്നോട് ഞാനിതുവരെ പറഞ്ഞിട്ടില്ലാത്ത ചില സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇനി അത് പറയാതെ പറ്റില്ല, ജയശങ്കർ തുടങ്ങി വെച്ചു. എന്തായിരിക്കും ജയശങ്കർ പറയാൻ പോകുന്നതെന്ന് പെട്ടെന്ന് അജിത്തിന് ഊഹിക്കാൻ കഴിഞ്ഞു. എന്താണ് ചേട്ടാ? എങ്കിലും അയാൾ അറിയാത്ത മട്ടിൽ ചോദിച്ചു. മൗഷ്മിയെ വിവാഹം ചെയ്യും മുമ്പ് എനിക്കൊരു പെണ്ണുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. പ്രസവത്തോടെ അവൾ മരിച്ചുപോയി. പക്ഷേ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. എന്നിട്ട് ആ കുഞ്ഞോടെ അറിയാമായിരുന്നെങ്കിലും അയത്തി ചോദിച്ചു. അടിമാലിയിലുള്ള അമല കോൺവെൻ്റ് ഹോസ്റ്റലിന് കീഴിലുള്ള ഓർഫനേജിൻ്റെ ചുമതലക്കാരി ഗബ്രിയേല സിസ്റ്റർ കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞാൻ കുഞ്ഞിനെ സിസ്റ്ററെ ഏൽപ്പിച്ചു. ഏടത്തേക്ക് ഈ കഥകളൊക്കെ അറിയാമോ? ഇപ്പോൾ എല്ലാം അറിയാം. മൗഷ്മിയോട് എല്ലാം പറയാൻ ഞാൻ നിർബന്ധിതനായി. അവൾ എന്നോട് ക്ഷമിച്ചു എന്നതാണ് അത്ഭുതകരമായ കാര്യം, ജയശങ്കർ പറഞ്ഞു. അവർ അപ്പോഴും ആലുവ ടൗണിൽ എത്തിയിരുന്നു. ട്രാഫിക് കാരണം കാറിൻ്റെ വേഗത കുറഞ്ഞു. ഏടത്തിയോട് ഇതൊക്കെ ഇപ്പോൾ പറയാൻ എന്താ കാരണം? കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പതിവായി ഒരു സംഖ്യ ഓർഫനേജിൽ അയച്ചു കൊടുക്കുമായിരുന്നു. അവളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പലരും ഓർഫനേജിൽ ചെന്നെങ്കിലും അത് കാരണം സിസ്റ്റർ ഗബ്രിയേല അവളെ കൊടുത്തില്ല. സിസ്റ്റർ ആ കോൺവെൻറ്റിൽ നിന്നും ട്രാൻസ്ഫർ ആയപ്പോൾ എന്നെ അറിയിച്ചു, കുഞ്ഞിന് പകരം വരുന്ന ആൾ ആർക്കെങ്കിലും കൊടുക്കുമെന്ന്. എന്നിട്ട് നമ്മുടെ രക്തത്തിലുള്ളൊരു കുഞ്ഞ് അവൾ ജർമ്മനിയിലോ സ്വിറ്റ്സർലാൻഡിലോ ഫ്രാൻസിലോ ദത്തെടുത്ത് പോയാൽ നമുക്ക് പിന്നെ അവളൊന്ന് കാണാൻ പോലും പറ്റുമോ? അതോർത്തപ്പോൾ മൗഷ്മിയോട് എല്ലാം പറഞ്ഞത്. അവളുടെ സമ്മതത്തോടെ നിമ്മിമോളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അജിത്തൊന്ന് ഞെട്ടി. ആ കുഞ്ഞിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടോ? വിശ്വാസം വരാതെ അവൾ ചോദിച്ചു. ഉണ്ട്. അത് വേണ്ടായിരുന്നു ചേട്ടാ. ഈ സമയത്ത് ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ, പ്രത്യേകിച്ച് സുസ്മിതയുടെ വീട്ടുകാർ, നമ്മളെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും? ചേട്ടനോടുള്ള മതിപ്പ് പോവില്ലേ? ശോഭത്തോടെ അയാൾ പറഞ്ഞു. ഞാനല്ലല്ലോ സുസ്മിതയെ വിവാഹം ചെയ്യാൻ പോകുന്നത്, നീയല്ലേ. അവരത് മാത്രം നോക്കിയാൽ മതിയല്ലോ, ജയശങ്കർ വാദിച്ചു. എന്നാലും ഒരു പെണ്ണിനെ ചതിച്ചവൻ്റെ അനിയനല്ലേ ഞാൻ. അത് എനിക്കൊരു ബാഡ് മാർക്കല്ലേ? കുറ്റപ്പെടുത്തുന്ന പോലെ അജിത്ത് പറഞ്ഞു. ചതിച്ചത് ഞാനല്ല, നീയാണ് എന്നായിരുന്നു പറയേണ്ടത്. പക്ഷേ ജയശങ്കർ പറഞ്ഞില്ല. ഞാനാരെയും ചതിച്ചിട്ടില്ല. പിന്നെ എന്താണ് ആ പെണ്ണിനെ കല്യാണം കഴിക്കാത്തത്? അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ നാണക്കേട് ഒഴിവാക്കാമായിരുന്നില്ലേ? കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നാലും വന്നില്ലായിരുന്നെങ്കിലും നീയും സുസ്മിതയും തമ്മിലുള്ള കല്യാണം നടക്കില്ലായിരുന്നു, ജയശങ്കർ പറഞ്ഞു. എന്നുവെച്ചാൽ ഞെട്ടലോടെ അജിത്ത് അയാളെ നോക്കി. കല്യാണത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് ആ കുട്ടിയുടെ അച്ഛൻ 3-4 ദിവസം മുൻപ് വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയി. അജിത്ത് ഒരു നിമിഷം സ്തംഭനായിരുന്നു. കാരണം നിമ്മിമോളല്ല കാരണം. അദ്ദേഹം വീട്ടിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കുഞ്ഞിനെ കാണുന്നത് തന്നെ.
കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയാനാണ് വന്നത്. ഞാൻ വിശ്വസിക്കില്ല. അജിത്ത് സമനില തെറ്റിയവനെ പോലെ പിറുവിറുത്തു. ജയശങ്കർ പിന്നെ ഒന്നും പറഞ്ഞില്ല. കാറിൽ അസുഖകരമായ നിശബ്ദത തളം കെട്ടി. അകലേക്ക് നോക്കി ഒരു പ്രതിമയെപ്പോലെ ഇരുന്നതല്ലാതെ അജിത്തൊന്നും മിണ്ടിയില്ല. കാറിൽ വെച്ച് തന്നെ എല്ലാം പറഞ്ഞത് നന്നായി എന്ന് ജയശങ്കറിന് തോന്നി. വീട്ടിലായിരുന്നെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. കാർ എറണാകുളത്തെത്തി. വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞിനെ കാണുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന ആശങ്ക ജയശങ്കറിന് വളർന്നുകൊണ്ടായിരുന്നു. അയാൾ മൊബൈലെടുത്ത് മൗഷ്മിയെ വിളിച്ചു. ഞങ്ങളൊരു 10 മിനിറ്റിനുള്ളിൽ എത്തും, ഗേറ്റ് തുറന്നിട്ടേക്കണേ. ശരി, അവൾ പറഞ്ഞു. മൗഷ്മിക്ക് മുന്നറിയിപ്പ് നൽകാനാണ് അയാളെ വിളിച്ചത്. അവർ ചെന്നപ്പോൾ ഗേറ്റിൻ്റെ പാളികൾ രണ്ടും മലർക്കെ തുറന്നു വെച്ചിരിക്കുന്നു. കാറ് ചെന്ന് പോർച്ചിൽ നിന്നു. ശബ്ദം കേട്ട് മൗഷ്മിയും പിന്നാലെ നിമ്മിയും പുറത്തേക്ക് വന്നു. ജയശങ്കറാണ് ആദ്യം കാറിൽ നിന്നിറങ്ങിയത്. അങ്കിൾ, അയാളെ കണ്ട് കുഞ്ഞ് സന്തോഷത്തോടെ വിളിച്ചു. അജിത്ത് മെല്ലെ കാറിൽ നിന്നിറങ്ങി. ജയശങ്കർ മൗഷ്മിയെ ഒന്ന് നോക്കി. എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ആ നോട്ടം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. കാറിൻ്റെ ഡിക്കിയിലും ബാക്ക് സീറ്റിലുമായിട്ടാണ് സൂട്ട് കേസും ട്രോളിയും ബാഗും വെച്ചിരുന്നത്. അത് രണ്ടും എടുത്തുകൊണ്ട് അജിത്ത് സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നു. ആശ്ചര്യഭാവത്തിൽ നിമ്മി അയാളെ തന്നെ നോക്കിയിരുന്നു. അജിത്തിന് കുഞ്ഞിൻ്റെ നോട്ടം അവഗണിക്കാൻ തോന്നിയില്ല. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളപ്പോൾ സ്നേഹഭാവത്തിലൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അയാളിൽ ഒരു ചലനം ഉണ്ടാക്കാൻ ആ ചിരിക്ക് കഴിഞ്ഞില്ല. അജിത്ത് ആരോടും ഒന്നും പറയാതെ മൗഷ്മിയെ അവഗണിച്ച് അയാളുടെ മുറിയിലേക്ക് പോയി. ആരാ ആൻറ്റി അത്? നിമ്മി ചോദിച്ചു. എന്തു മറുപടി പറയണമെന്നറിയാതെ മൗഷ്മി ഒരു നിമിഷം പകച്ചു നിന്നു. മോളുടെ അങ്കിളാണ്. പിന്നെ അവൾ പറഞ്ഞു. അപ്പോൾ ഈ അങ്കിളോ? ജയശങ്കറിനെ ഉദ്ദേശിച്ചാണ് അവൾ ചോദിച്ചത്. ഇത് മോളുടെ അങ്കിൾ, അതും മോളുടെ അങ്കിൾ, അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. കുഞ്ഞ് നിഷ്കളങ്കമായി തലകുലുക്കി. അജിത്ത് എന്നോടൊരക്ഷരം മിണ്ടിയില്ലല്ലോ, എന്നെ ഒന്ന് നോക്കുപോലും ചെയ്തില്ല. മൗഷ്മി സങ്കടപ്പെട്ടു. സാരമില്ല, അവന് നല്ല വിശപ്പ് കാണും, നീ ചെന്ന് വിളിക്ക്, അയാൾ പറഞ്ഞു. അജിത്തിനെ വിളിക്കാനായി അവൾ ചെന്നു. അപ്പോൾ മുറി അടഞ്ഞു കിടക്കുകയാണ്. ഒന്ന് സംശയിച്ചെന്നെങ്കിലും അവൾ വാതിലിൽ മുട്ടി. അജിത്ത്, അവൾ വിളിച്ചു. വാതിൽ തുറന്ന് അവളുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി. നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാ, ഒരു കാരണവശാലും ആ കുഞ്ഞിനെ കൊണ്ടുവരുതെന്ന്. എന്നിട്ട് പോയിക്കോ, എനിക്ക് കാണേണ്ട ആരെയും. അയാൾ പെട്ടെന്ന് വാതിലടച്ചു. അവൾ കുനിഞ്ഞ മുഖവുമായിട്ട് നിന്നു. രാവിലെ 10 മണി. സുസ്മിതയുടെ മുറിയിലേക്ക് വിധുബാല ചെന്നു. ഐഡൻറ്റിഫിക്കേഷൻ പരേഡിന് പങ്കെടുക്കാൻ പോലീസ് ക്ലബ്ബിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു അവൾ. വിധുബാല പിന്നിൽ വന്നു നിന്നത് നിലക്കണ്ണാടിയിലൂടെ അവൾ കണ്ടു. എന്താ ആൻറ്റി? ഒന്നുമില്ല മോളെ, നിനക്ക് പേടിയുണ്ടോ? വിധുബാല ചോദിച്ചു. സുസ്മിത പെട്ടെന്ന് തിരിഞ്ഞു. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയല്ല ആൻറ്റി, ഒരു തരം ടെൻഷൻ. അവന്മാരെ തിരിച്ചറിയാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവരുടെ മുന്നിൽ അങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ അവരെന്നെ തുറിച്ചു നോക്കുന്നത് കാണുമ്പോൾ അതാണ് എനിക്ക്, അവൾ പറഞ്ഞു. വിധുബാല ചെന്ന് അവളുടെ ചുമലുകളിൽ കൈവച്ചു. ഒരു ടെൻഷനും വേണ്ട, നീ തനിച്ചായിരിക്കില്ലല്ലോ, ധൈര്യത്തോടെ നിൽക്കണം. നിന്നെ ഉപദ്രവിച്ചവർക്ക് തക്ക ശിക്ഷ കിട്ടണേ. വേണം. അപ്പോൾ മുൾവശത്തെ മുറിയിൽ നിന്നും വിജയേന്ദ്രൻ്റെ വിളി കേട്ടു. മോളെ, ഇതാ വരുന്നച്ചാ, അവൾ വിളിച്ചു പറഞ്ഞു. അവളോടൊപ്പം ചെല്ലാൻ അന്ന് വിജയേന്ദ്രൻ ലീവ് എടുത്തിരുന്നു. അവൾ മുൻവശത്തെ മുറിയിലേക്ക് ചെന്നു. പോയിട്ട് വരാം ആൻറ്റി, അവൾ പറഞ്ഞു. രണ്ടുപേരും കാറിൽ കയറി. അച്ഛനറിയാമോ പോലീസ് ക്ലബ്ബ് എവിടെയാണെന്ന്? അവൾ ചോദിച്ചു. അറിയാം, കണ്ടിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. 3/4 മണിക്കൂർ എടുത്തു പോലീസ് ക്ലബ്ബിലെത്താൻ. വലിയ വീട് പോലെ തോന്നിക്കുന്ന ഇരുനില കെട്ടിടമായിരുന്നു അത്. മുൻവശത്ത് വിശാലമായ മുറ്റം. ടൈൽസ് വിരിച്ച മുറ്റത്ത് ടെന്നീസ് കോർട്ടും ബാഡ്മിൻ്റൺ കോർട്ടും ഒക്കെ വിരിച്ചിട്ടുണ്ട്. പോലീസ് ജീപ്പും കാറുകളും അടക്കം 4-5 വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാറിൽ നിന്നിറങ്ങി SI ബിനുലാലിനെ വിജയേന്ദ്രൻ മൊബൈലിൽ വിളിച്ചു. സാർ, ഞങ്ങൾ പോലീസ് ക്ലബ്ബിലെത്തിയിട്ടുണ്ട്. ഞാൻ ക്ലബ്ബിലുണ്ട്, സാർ വന്നോളൂ, മോളോട് പറയും, പേടി വേണ്ടെന്ന് ബിനു സാർ പറഞ്ഞു. ശരി സാർ, അദ്ദേഹം കോൾ കട്ട് ചെയ്തു. ഇറങ്ങി വാ മോളെ. സുസ്മിത കാറിൽ നിന്നിറങ്ങി. അവളുടെ കാലുകൾക്ക് ചെറിയ വിറയൽ അനുഭവപ്പെട്ടു, തൊണ്ട വരളുന്നതുപോലെ. പേടിക്കണ്ട, ഇത് പോലീസ് സ്റ്റേഷനൊന്നുമല്ല, അദ്ദേഹം അവൾക്ക് ധൈര്യം കൊടുത്തു. ചെറിയ ഒരു ഹാളിലേക്കാണ് അവർ കയറി ചെന്നത്. ഭിത്തിയോട് ചേർത്ത് കുറച്ച് കസേരകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂണിഫോമിലല്ലാത്ത 2-3 പോലീസുകാർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. വിജയേന്ദ്രൻ സാറല്ലേ? അവരെ കണ്ട ഒരു പോലീസുകാരൻ അടുത്തേക്ക് വന്നു. അതെ, ബിനു സാർ ആ മുറിയിലുണ്ട്, വന്നോളൂ. അയാൾ അവരെയും കൊണ്ട് തൊട്ടടുത്ത മുറിയിലേക്ക് പോയി. ചെറിയൊരു ഓഫീസ് മുറിയായിരുന്നു അത്. മേശയും കസേരകളും, പിന്നിൽ സ്റ്റീൽ റാക്കിൽ ഫയലുകളും. ബിനുലാൽ മാത്രമേ ആ മുറിയിലുണ്ടായിരുന്നുള്ളൂ. സാർ ഇരിക്കെ, അയാൾ പറഞ്ഞു. വിജയേന്ദ്രനും സുസ്മിതയും എതിരെയുള്ള കസേരകളിലിരുന്നു.
ബിനുലാൽ അവളെ ഒന്ന് നോക്കി. ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് എന്താണെന്ന് അറിയാമോ? പ്രതികളെ മറ്റു ചിലരോടൊപ്പം ഇടകലർത്തി നിർത്തിയിരിക്കും. മറ്റുള്ളവരിൽ നിന്നും അവരെ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ഒരു ശ്രമം നടന്നു. വിജയിച്ചാലും ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല. മനസ്സിലായില്ലേ? അയാൾ പറഞ്ഞു. അവൾ മൂളി. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പോലീസുകാരൻ വന്നു. സർ റെഡി, അയാൾ പറഞ്ഞു. വീഡിയോഗ്രാഫർ വന്നോ? അയാൾ വെയിറ്റ് ചെയ്യാണ്. ബിനുലാൽ എഴുന്നേറ്റു. സാർ ഇവിടെ ഇരിക്കി, സുസ്മിത എൻ്റെ കൂടെ വരും. അവളെ എഴുന്നേറ്റ് വിജയേന്ദ്രനെ നോക്കി. പോയിട്ട് വരുമെന്ന് അദ്ദേഹം കണ്ണൂർ കൊണ്ട് പറഞ്ഞു. സ്റ്റെയർ കേസ് കയറി അവളെയും കൊണ്ട് ബിനുലാൽ മുകളിലെത്തുന്ന നിലയിലേക്ക് ചെന്നു. അവിടെ ഒരു ഹാളിൽ ഏതാണ്ട് ഒരേ പ്രായം വരുന്ന 6 ചെറുപ്പക്കാർ നിരന്നു നിന്നിരുന്നു. ജീൻസും ഷർട്ടുമായിരുന്നു അവരുടെ വേഷം. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.